ഈ വരുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഇലക്ഷൻ ഡ്യൂട്ടി ലഭിച്ച ഏവർക്കും ഉപകാരപ്രദമായ വീഡിയോ ആണിത്. റിട്ടേണിംഗ് ഓഫീസർ, പ്രിസൈഡിംഗ് ഓഫീസർ, പോളിംഗ് ഓഫീസർ, മറ്റ് ഡ്യൂട്ടിയിലുള്ള എല്ലാവർക്കും ഈ വീഡിയോ ഒരുപോലെ ഉപകാരപ്രദമാണ്. ഈ വീഡിയോ കാണുകയോ കേൾക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ ഡ്യൂട്ടിയിലുള്ള എല്ലാ സംശയങ്ങളും മാറിക്കിട്ടുന്നതാണ്. ഡ്യൂട്ടി ലഭിച്ചാൽ മുതൽ വോട്ട് എണ്ണിത്തീരുന്നത് വരെയുള്ള കാര്യങ്ങൾ വ്യക്തമായി ഈ വീഡിയോയിലൂടെ അവതരിപ്പിക്കുന്നുണ്ട്. വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള പഞ്ചായത്ത് രാജ് ആക്ട്, കേരള മുനിസിപ്പാലിറ്റി ആക്ട് എന്നിവ പ്രകാരം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപന ദിവസം മുതൽ വോട്ട് എണ്ണി ഫലം പ്രഖ്യാപിക്കുന്നതുവരെ റിട്ടേണിംഗ് ഓഫീസർ, അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ, പ്രിസൈഡിംഗ് ഓഫീസർ, പോളിംഗ് ഓഫീസർ, മറ്റ് എല്ലാ ഉദ്യോഗസ്ഥരും സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ നിയന്ത്രണത്തിലും മേൽനോട്ടത്തിലും ആയിരിക്കും. അതുപോലെ തന്നെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ വീഴ്ച വരുത്തിയാൽ ശിക്ഷ ലഭിക്കും എന്ന കാര്യം പ്രത്യേകം എല്ലാവരും ഓർക്കുക. ഏതെങ്കിലും പ്രിസൈഡിംഗ് ഓഫീസറോ പോളിംഗ് ഓഫീസറോ ന്യായമായ കാരണം കൂടാതെ തൻ്റെ ഔദ്യോഗിക ജോലികളിൽ കൃത്യവിലോപം വരുത്തുകയോ ആയതിനു കൂട്ടുനിൽക്കുകയോ ചെയ്താൽ KPR ആക്ട്, KM ആക്ട് എന്നിവ പ്രകാരം ശിക്ഷിക്കപ്പെടുന്നതാണ്. പോളിംഗ് സ്റ്റേഷനിൽ സമാധാനപൂർണവും നീതിപൂർവവും നിഷ്പക്ഷവുമായ വോട്ടെടുപ്പ് നടത്തുക എന്നതാണ് പ്രിസൈഡിംഗ് ഓഫീസറുടെ പ്രാഥമിക കർത്തവ്യം. പ്രിസൈഡിംഗ് ഓഫീസറെ കൃത്യനിർവഹണത്തിൽ സഹായിക്കുക എന്നതാണ് പോളിംഗ് ഓഫീസർമാരുടെ ചുമതല. വോട്ടെടുപ്പിൻ്റെ തലേ ദിവസം പോളിംഗ് ടീം രൂപപ്പെടുന്നതു മുതൽ വോട്ടെടുപ്പ് സാമഗ്രികൾ തിരികെ റിസപ്ഷൻ കൗണ്ടറിൽ ഏൽപ്പിക്കുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളിലും പോളിംഗ് ടീമിനു കൂട്ടു ഉത്തരവാദിത്തമാണ്. പരിശീലന പരിപാടികളിൽ നിർബന്ധമായി പങ്കെടുക്കുക, ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീന് ഉപയോഗത്തെക്കുറിച്ച് വോട്ടിംഗ് പ്രക്രിയയെക്കുറിച്ചും പ്രായോഗിക പരിശീലനം നേടുക, പ്രിസൈഡിംഗ് ഓഫീസർമാർക്കുള്ള കൈപ്പുസ്തകം വായിച്ച് മനസ്സിലാക്കുക എന്നിവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ se.kerala.gov.in എന്ന സൈറ്റിൽ പോയി കഴിഞ്ഞാൽ കൂടുതൽ നിർദ്ദേശങ്ങൾ നമുക്ക് വായിച്ച് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. പോളിംഗ് ദിവസം ഉപയോഗിക്കേണ്ട ഫോമുകളെക്കുറിച്ചും മറ്റ് പ്രധാനപ്പെട്ട എല്ലാ നിർദ്ദേശങ്ങളും കൂടി ആ സൈറ്റിൽ നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കുന്നു. അവയെക്കുറിച്ച് ഈ വീഡിയോയിലൂടെ വിശദമായി പറയുന്നുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായി കാണുക. പ്രധാന ഫോമുകൾ: ഫോം 10, 11, 20, 21, 21A, 21B, 22, 24A എന്നതാണ്. കമ്മീഷൻ നിർദ്ദേശിക്കുന്ന ദിവസം പോൾ മാനേജർ എന്ന മൊബൈൽ ആപ്പ് മൊബൈലിൽ ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്ത് വെക്കേണ്ടതാണ്. എല്ലാ നിർദ്ദേശങ്ങളും ഈ ആപ്ലിക്കേഷൻ വഴിയാണ് നമുക്ക് നൽകേണ്ടത്. വോട്ടിങ്ങിന് തലേ ദിവസം തന്നെ ചെയ്യേണ്ട കാര്യങ്ങളാണ് സൂചിപ്പിക്കുന്നത്. നിയമന ഉത്തരവിൽ പറഞ്ഞിരിക്കുന്ന നിശ്ചിത സമയത്ത് തന്നെ കളക്ഷൻ സെന്ററിൽ എത്തുക. തൻ്റെ പോളിംഗ് ടീമിനെ കണ്ടെത്തുക, പരിചയപ്പെടുക. പോളിംഗ് ടീം പൂർണ്ണമായാൽ കളക്ഷൻ സെന്ററിലെ ബന്ധപ്പെട്ട കൗണ്ടറിൽ നിന്നും തെരഞ്ഞെടുപ്പ് സാമഗ്രികൾ കൈപ്പറ്റുക. പ്രധാനപ്പെട്ട സാധനങ്ങൾ എന്തെല്ലാം എന്ന് പരിശോധിച്ച് നോക്കാം. കൗണ്ടറിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന സാമഗ്രികൾ ഇൻവോയ്സ്, ഫോം NL1 ഒത്തുനോക്കുക. എല്ലാം ലഭിച്ചു എന്ന് ഉറപ്പുവരുത്തുക. ലഭിക്കാത്തതുണ്ടെങ്കിൽ അവയുടെ ലിസ്റ്റ് കൗണ്ടറിൽ നൽകുക. കൺട്രോൾ യൂണിറ്റ് CU പ്രവർത്തന സജ്ജമാണെന്നും നിയമിക്കപ്പെട്ട പോളിംഗ് സ്റ്റേഷനിലേക്കുള്ളതാണെന്നും കാൻഡിഡേറ്റ് സെക്ഷൻ സീൽ ചെയ്തിട്ടുണ്ടെന്നും ഉറപ്പുവരുത്തുക. അത് പരിശോധിച്ച് പ്രധാന കാര്യമാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. CUവിൻ്റെ ബാറ്ററി, ഹൈ, മീഡിയം എന്നിവയൊക്കെ പരിശോധിക്കുക. ബാലറ്റ് യൂണിറ്റ്, ബാലറ്റ് പേപ്പറിലെ സ്ഥാനാർത്ഥികളുടെ പേരുകളും തന്നിരിക്കുന്ന ഫോം 6ലെ പേരുകളും പൊരുത്തപ്പെടുന്നുണ്ട് എന്ന് പരിശോധിക്കുക. ബാലറ്റ് യൂണിറ്റിലെ എല്ലാ സ്ഥാനാർത്ഥികൾക്കും നേരെയുള്ള ബട്ടണുകൾ അൺമാസ്ക് ചെയ്തിട്ടുണ്ട്, കൂടുതലുള്ള ബട്ടണുകൾ മാസ്ക് ചെയ്തിട്ടുണ്ട് എന്നത് ഒന്ന് പരിശോധിച്ച് നോക്കുക. ബാലറ്റ് യൂണിറ്റുകളിലെ താഴെയും മേലെയും അഡ്രസ് ടാഗ് വെച്ച് സീൽ ചെയ്തു. ഇളം മഞ്ഞ സ്റ്റിക്കറിലെ EVM നമ്പർ CU, BU എന്നിവയിലെ ഒരേപോലെയാണ് എന്ന് നോക്കുക. പിങ്ക് പേപ്പർ സീൽ ഇളകി പോയിട്ടില്ല എന്ന് ഉറപ്പുവരുത്തുക. ടെൻഡഡ് ബാലറ്റ് പേപ്പർ അഥവാ ഫോം 6 ഒത്തുനോക്കുക.
ക്രമനമ്പർ മുഴുവൻ ഇല്ലേ എന്ന് പ്രത്യേകം പരിശോധിക്കുക. വോട്ടർ പട്ടിക. നിയമനം കിട്ടിയ ബൂത്തിലേക്ക് ഉള്ള വോട്ടർ പട്ടിക തന്നെയല്ലെന്ന് ഉറപ്പുവരുത്തണം ആദ്യം. മാർക്കഡ് കോപ്പിയിൽ PB മാർക്ക് ചെയ്തു മറ്റു മാർക്കുകൾ ഇല്ല എന്നും പരിശോധിക്കുക. മാർക്കഡ് കോപ്പിയിലെ പേജുകൾ 1 മുതൽ തുടർച്ചയായിട്ടുണ്ട്. സമ്മതിദായകരുടെ ക്രമനമ്പർ തിരുത്തിയിട്ടില്ല. മാർക്കഡ് കോപ്പിയും അതേഴ്സ് കോപ്പിയും എല്ലാം ഒരുപോലെയാണ് എന്ന് പ്രത്യേകം ഉറപ്പുവരുത്തുക. മായ്ക്കാനാവാത്ത മഷി ആവശ്യത്തിനുണ്ട്. മഷി ഉണങ്ങിപ്പോയിട്ടില്ല. ഇൻക്ബോട്ടിൽ വയ്ക്കാൻ കപ്പുണ്ട് എന്നൊക്കെ പ്രത്യേകം ഓർക്കണം. മഷി ഉണങ്ങാതെ തന്നെയാണല്ലേ ലഭിച്ചിട്ട് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. മറ്റുള്ള സാധനങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. EVM മെഷീൻ, ടെൻഡേഡ് ബാലറ്റ് പേപ്പർ, ഗ്രീൻ പേപ്പർ സീൽ, സ്പെഷ്യൽ ടാഗ്, സ്ട്രിപ്പ് സീൽ, അഡ്രസ് ടാഗ്, CUവിൻ്റെ അതുപോലെ BEd രണ്ടിനും ആവശ്യമുള്ള അഡ്രസ് ടാഗ്, കണ്ടസ്റ്റന്റ് കാൻഡിഡേറ്റ് ലിസ്റ്റ് ഇൻ ഫോം 6, മാർക്കഡ് കോപ്പി, അതർ കോപ്പി ഓഫ് ഇലക്ട്രൽ റോൾ, മഷി, മെറ്റൽ സീല്, റബ്ബർ സീല്, ആരോ ക്രോസ് മാർക്ക് സീൽ, ഡിസ്റ്റിങ്വിഷ് മാർക്ക് സീൽ, സ്റ്റാമ്പ് പാഡ്, ഫോം, കവർ, പാക്കറ്റ്സ്, വോട്ടിംഗ് കമ്പാർട്ട്മെൻറ്റ്, സീലിംഗ് വാക്സ്, കാൻഡിൽ, മാച്ച് ബോക്സ്, ടിൻ, റബ്ബർ ബാൻഡ്, ക്ലോത്ത് ടാപ്പ്, ഗമ്മ്, ജംപ് ക്ലിപ്പ്, റൈറ്റിംഗ് പേപ്പർ, കാർബൺ പേപ്പർ, പെന്ന്, സാനിറ്റൈസർ, മാസ്ക്, അതിൽ പറഞ്ഞ എല്ലാ സംഭവങ്ങളും നമ്മളെ കയ്യിൽ ലഭിച്ചിട്ടില്ല ഇല്ലേ എന്നുള്ള പ്രത്യേകം ഉറപ്പ് വരുത്തണം. അതുപോലെ തന്നെ വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥരുടെ മൊബൈൽ നമ്പറുകൾ കളക്ട് ചെയ്ത് കയ്യിൽ വയ്ക്കുക. മുഴുവൻ സാധനങ്ങൾ ലഭിച്ചു എന്ന് ഉറപ്പ് വരുത്തിയ ശേഷം ബൂത്തിലേക്ക് പോകാൻ ഏർപ്പാടാക്കിയ വാഹനത്തിൽ കയറുക. വൈകുന്നേരം 4 മണിക്ക് മുമ്പ് ബൂത്തിൽ എത്തണം. റൂട്ട് ഓഫീസറുടെ മൊബൈൽ നമ്പർ കയ്യിൽ വയ്ക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവരുമായി ബന്ധപ്പെടാൻ വേണ്ടിയിട്ടാണ്. വാഹനം പുറപ്പെട്ടു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ പോൾ മാനേജർ ആപ്പിൽ ആ സന്ദേശം അയയ്ക്കുക. ബൂത്തിലെത്തിയാൽ ബൂത്തും ബൂത്തിനു വെളിയിൽ 100 മുതൽ 200 മീറ്റർ ചുറ്റളവിൽ നിയന്ത്രണം പ്രിസൈഡിംഗ് ഓഫീസറുടേതാണെന്നുള്ള പ്രത്യേകം ഓർമ്മിക്കുക. ബൂത്തിനകത്തെ രാഷ്ട്രപിതാവിൻ്റെ ഒഴികെ മറ്റ് ചിത്രങ്ങളും ഫോട്ടോകളും ചിഹ്നങ്ങളും മാറ്റിവെക്കുകയോ മറച്ചു വയ്ക്കുകയോ ചെയ്യുക. ബൂത്തിന് പുറത്ത് 100 മുതൽ 200 മീറ്റർ ചുറ്റളവിൽ തിരഞ്ഞെടുപ്പിനെ സ്വാധീനിക്കുന്ന മുദ്രാവാക്യങ്ങളോ പരസ്യങ്ങളോ ചിത്രങ്ങളോ ചിഹ്നങ്ങളോ ഇല്ല എന്ന് ഉറപ്പുവരുത്തുക. ഉണ്ടെങ്കിൽ അത് മാറ്റിവെക്കുകയോ മറച്ചു വയ്ക്കുകയോ ചെയ്യുക. പോളിംഗ് ബൂത്ത് സംവിധാനം, ബൂത്ത് അറേഞ്ച്മെൻറ്റ് എങ്ങനെയെന്നതാണ് വിശദമാക്കുന്നത്. മാതൃക ഹാൻഡ് ബുക്കിലുണ്ട്. അതൊന്ന് മനസ്സിൽ ഓർക്കുക. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് ലഭിച്ച സ്ഥലത്തെ ആ രീതിയിൽ ക്രമീകരിക്കുകയാണ് വേണ്ടത്. ക്യൂ നിൽക്കുവാനുള്ള സ്ഥലം ഉറപ്പുവരുത്തണം. ബൂത്തിലേക്ക് പ്രവേശിക്കുവാനും പുറത്തേക്ക് പോകാനുള്ള വാതിലുകൾ ഉണ്ട് എന്ന് അതിനനുസരിച്ച് വേണം ഇത് ക്രമീകരിക്കുന്നത്. ബൂത്തിനകത്ത് സമ്മതിദായകർ അനായാസം നീങ്ങാൻ കഴിയുന്ന രീതിയിൽ വേണം ഡെസ്കുകൾ ക്രമീകരിക്കുന്നതിന് വേണ്ടിയിട്ട്. ബൂത്തിലേക്ക് പ്രവേശിക്കുന്ന വോട്ടറുടെ മുഖം കാണത്തക്ക രീതിയിൽ പോളിംഗ് ഓഫീസർ 2 പേരിനും പുറകിലായിട്ട് ഏജൻറ്റുമാരെ ഇരുത്തുക. കോവിഡ് പ്രോട്ടോകോൾ പ്രകാരമുള്ള അകലം എല്ലാവരും പാലിക്കണം. വോട്ടിംഗ് ആരും കാണാത്ത വിധത്തിൽ എന്നാൽ അവർക്ക് ആവശ്യത്തിന് വെളിച്ചം കിട്ടുന്ന രീതിയിൽ വേണം കമ്പാർട്ട്മെൻറ്റുകൾ ക്രമീകരിക്കുന്നതിന്. പോളിംഗ് ബൂത്തിന് പുറത്ത് നോട്ടീസ് പ്രദർശിപ്പിക്കണം. ബൂത്തിലേക്ക് വരുന്ന വോട്ടർമാർക്ക് എളുപ്പം കാണാൻ സാധിക്കുന്ന വിധത്തിൽ നോട്ടീസുകൾ ബൂത്തിന് പുറത്ത് വെക്കേണ്ടതാണ്. മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ പേരും മറ്റു വിവരങ്ങളൊക്കെ ആ നോട്ടീസിൽ നൽകുക. പോളിംഗ് ബൂത്തിൽ എല്ലാ സജ്ജീകരണങ്ങളും ഏർപ്പെടുത്തി കഴിഞ്ഞാൽ പോൾ മാനേജർ ആപ്പിൽ ആൾ ആർ ഇൻ പൊസിഷൻ എന്ന സന്ദേശം അതിൽ നൽകുക. പോളിംഗ് ഏജൻറ്റ് നിയമനം നടത്തേണ്ടത് ഫോം 10 അവർ വന്നു കഴിഞ്ഞാൽ അവർക്ക് അതിനുള്ള അപേക്ഷ നൽകുക. 3 പേർക്ക് ഈ പാസ് ഉപയോഗിക്കാവുന്നതാണ്. ഒരേ സമയം ഒരു ആൾ മാത്രമായിരിക്കും അവിടെ ഇരിക്കേണ്ടത്. 6 മണിക്കാണ് മോക്ക് പോൾ ആരംഭിക്കുമെന്നും 5:45 തന്നെ അതിന് എത്തണമെന്ന് ഏജൻറ്റുമാരെ അറിയിക്കുക. പോളിംഗ് ഓഫീസർമാർക്ക് ചുമതല ഏൽപ്പിച്ച് കൊടുക്കുക. പോളിംഗ് ഓഫീസർമാരുടെ കർത്തവ്യങ്ങൾ എന്തെല്ലാമെന്നാണ് അടുത്ത് സൂചിപ്പിക്കുന്നത്.
ഫസ്റ്റ് പോളിംഗ് ഓഫീസറുടെ കർത്തവ്യമാണ് ആദ്യം പറയുന്നത്. വോട്ടർ പട്ടികയുടെ മാർക്കഡ് കോപ്പി അദ്ദേഹത്തിൻ്റെ കയ്യിലാണ് ഉണ്ടായിരിക്കുക. അത് ഉപയോഗിച്ച് വോട്ടർമാരെ തിരിച്ചറിയൽ, പ്രിസൈഡിംഗ് ഓഫീസറുടെ പകരം ചുമതല ആവശ്യഘട്ടത്തിൽ ഏൽക്കേണ്ടി വരും. തർക്കമില്ലെങ്കിൽ ഉൾക്കുറിപ്പിൽ താഴെ ഇടതുമൂലയിൽ നിന്ന് മുകളിലേക്ക് വലതുമൂലയ്ക്ക് കുറുകെ ചുവന്ന മഷി കൊണ്ട് വരയ്ക്കുക. സ്ത്രീ വോട്ടർമാരാണെങ്കിൽ ക്രമനമ്പറിന് ചുറ്റും വൃത്തം വരയ്ക്കുക. ട്രാൻസ്ജെൻഡേഴ്സ് ആണെങ്കിൽ ക്രമനമ്പറും സമയം ടി എന്ന അടയാളമാണ് രേഖപ്പെടുത്തേണ്ടത്. ബൂത്തിൽ വോട്ട് ചെയ്യാൻ വരുന്ന വ്യക്തികൾ ഹാജരാക്കേണ്ട രേഖകൾ ഇലക്ഷൻ ID കാർഡ്, പാസ്പോർട്ട്, ആധാർ കാർഡ്, പാൻ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, ഫോട്ടോ പതിച്ച SSLC ബുക്ക്, നാഷണലൈസ്ഡ് ബാങ്കിൻ്റെ 6 മാസം മുമ്പുള്ള ഫോട്ടോ പതിച്ച പാസ്ബുക്ക്, സർക്കാർ നൽകുന്ന ഫോട്ടോ പതിച്ച ID കാർഡുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഉപയോഗിക്കാവുന്നതാണ്. അവ ഉപയോഗിച്ച് ആളെ ഉറപ്പുവരുത്തുക എന്നതാണ് ഫസ്റ്റ് പോളിംഗ് ഓഫീസറുടെ പ്രധാന ഡ്യൂട്ടി വരുന്നത്. അദ്ദേഹം ആ പേര് വായിച്ചതിന് ശേഷം അത് വോട്ടർ പട്ടികയിൽ ഇല്ല എന്ന് ഉറപ്പുവരുത്തണം. സെക്കൻഡ് പോളിംഗ് ഓഫീസർ മഷി വിരലിൽ പുരട്ടുകയാണ് സെക്കൻഡ് ഓഫീസർ ചെയ്യേണ്ടത്. ഇടത് വിരലിൻ്റെ മുകളിലത്തെ മടക്ക് മുതൽ നഖത്തിൻ്റെ അഗ്രം വരെ മഷി അടയാളം ആക്കി കൊടുക്കണം. മഷി പുരട്ടുമ്പോൾ വോട്ടറെ തൊടരുത്. വിരലിൽ എണ്ണയോ മറ്റെന്തെങ്കിലും പുരട്ടിയിട്ടുണ്ടെങ്കിൽ അത് തുടച്ച് നീക്കിയ ശേഷം മാത്രമേ മഷി പുരട്ടാവൂ. വോട്ടർ രജിസ്റ്റർ 21A വോട്ടറുടെ ക്രമ നമ്പർ രേഖപ്പെടുത്തുക. വോട്ടറെ കൊണ്ട് ഒപ്പോ അല്ലെങ്കിൽ വിരലോ അടയാളോ പതിപ്പിക്കുകയും ചെയ്യേണ്ടതാണ്. വോട്ടർ സ്ലിപ്പ് എഴുതി കൊടുക്കുകയും വേണം. ആ സ്ലിപ്പാണ് തൊട്ടടുത്തേക്ക് ഈ വോട്ടർ വാങ്ങി കൈമാറേണ്ടത്. അത് തേർഡ് പോളിംഗ് ഓഫീസർ കയ്യിലാണ് ആ സ്ലിപ്പ് നൽകേണ്ടത്. തേർഡ് പോളിംഗ് ഓഫീസർ കയ്യിൽ സ്ലിപ്പ് എത്തിക്കഴിഞ്ഞാൽ അദ്ദേഹം ചെയ്യേണ്ടത് EVM മെഷീൻ്റെ ചുമതലയായിരിക്കും അദ്ദേഹത്തിന് പ്രധാനമായിട്ട് ലഭിക്കുന്നുണ്ടാവുക. വിരലിൽ മഷി അടയാളം ചേർത്തിട്ടുണ്ടെന്ന് അദ്ദേഹം ഉറപ്പുവരുത്തണം. വോട്ടർ സ്ലിപ്പ് വാങ്ങി സൂക്ഷിക്കുക. കൺട്രോൾ യൂണിറ്റിലെ ബാലറ്റ് ബട്ടൺ അമർത്തി വോട്ടറെ വോട്ടിംഗ് കമ്പാർട്ട്മെൻറ്റിലേക്ക് പറഞ്ഞു വിടുക. വോട്ട് രേഖപ്പെടുത്തി കഴിഞ്ഞ ശേഷമുള്ള ബീപ്പ് ശബ്ദം വന്നു എന്ന് ഉറപ്പുവരുത്തുക. പോളിംഗ് ദിവസം അങ്ങനെ പോളിംഗ് അദ്ദേഹത്തിൻ്റെ വിജയകരമായി നടത്തിയെന്ന് നമുക്ക് ഉറപ്പിക്കാവുന്നതാണ്. പോളിംഗ് ദിവസത്തിലേക്ക് ആവശ്യമായ വരാവുന്ന പ്രധാനപ്പെട്ട ഫോമുകളും കവറുകളും തലേ ദിവസം തന്നെ തയ്യാറാക്കി വെക്കണമെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അവയെക്കുറിച്ച് എന്തൊക്കെയാണ് തയ്യാറാക്കി വെക്കേണ്ടതെന്ന് ഇപ്പോൾ സൂചിപ്പിക്കുന്നതാണ്. പോളിംഗ് ദിവസത്തേക്ക് ആവശ്യമായ കവറുകളും അതുപോലെ തന്നെ പാക്കറ്റുകളും തലേ ദിവസം തന്നെ തയ്യാറാക്കി വയ്ക്കുക. പോലീസുകാരുടെയും മറ്റ് പ്രധാന ഓഫീസർമാരുടെയും നമ്പറുകൾ കൈവശം ശേഖരിച്ചു വയ്ക്കുക. പോളിംഗ് സ്റ്റേഷനിൽ പ്രവേശിക്കാൻ അനുമതിയുള്ളവർ ആർക്കൊക്കെ നോക്കാം. പോളിംഗ് ഉദ്യോഗസ്ഥർ, സമ്മതിദായകനും ഒപ്പമുള്ള കൈക്കുഞ്ഞിനും അവിടേക്ക് വരാവുന്നതാണ്. സ്ഥാനാർത്ഥി, തെരഞ്ഞെടുപ്പ് ഏജന്റ്, പോളിംഗ് ഏജന്റ്, തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിയിലുള്ള ഉദ്യോഗസ്ഥർ, അന്ധരോ അവശരോ ആയ വോട്ടറെ സഹായിക്കുന്ന സഹായി, കമ്മീഷൻ അധികാരപ്പെടുത്തുന്ന ആളുകൾ, കമ്മീഷൻ നിയമിക്കുന്ന നിരീക്ഷകർ, പ്രിസൈഡർ ഓഫീസറെ സഹായിക്കുന്നതായി നിയമിക്കുന്ന സഹായി എന്നിവർക്ക് ബൂത്തിൽ എപ്പോൾ വേണമെങ്കിലും വരാൻ പറ്റുന്നതാണ്. പോളിംഗ് സ്റ്റേഷനിലും പരിസരത്തും തെരഞ്ഞെടുപ്പ് നിയമങ്ങൾ എങ്ങനെയൊക്കെയാണ് പാലിക്കേണ്ടത് എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തുക. ബൂത്തും അതിനു ചുറ്റും 100 മുതൽ 200 മീറ്റർ പ്രദേശത്തെ പ്രിസൈഡിംഗ് ഓഫീസറുടെ പൂർണ്ണ നിയന്ത്രണത്തിലായിരിക്കും. നിഷ്പക്ഷത അനിവാര്യമാണ്. വോട്ട് പിടുത്തത്തിന് ഒരു സ്ഥലങ്ങളിൽ അനുവദിക്കാൻ പാടില്ല. സ്ഥാനാർത്ഥിയുടെ വോട്ടർ സഹായ കേന്ദ്രങ്ങൾ 100 മീറ്ററിന് അപ്പുറത്തായിരിക്കണം എന്ന് പ്രത്യേകം ഓർമ്മപ്പെടുത്തണം. പോളിംഗ് ബൂത്തിലോ പരിസരത്തോ ഉള്ള ക്രമരഹിത പെരുമാറ്റം കുറ്റകരമാണ്. പോളിംഗ് സ്റ്റേഷനിൽ നിന്നും ബാലറ്റ് പേപ്പർ നീക്കം ചെയ്യുന്നതും കുറ്റകരമാണ്. വോട്ടെടുപ്പ് ദിവസം പ്രത്യേകം ശ്രദ്ധിക്കുക. 5:30 തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും തയ്യാറാക്കുക. കൺട്രോൾ യൂണിറ്റ്
കണക്ട് ചെയ്ത് വെക്കുക. 5:30 തന്നെ 5:45 തന്നെ മോക്ക് പോളിന് ആൾക്കാരോട് എത്താൻ പറഞ്ഞിട്ടുണ്ടായിരിക്കണം. ഹാജരായ ഏജന്റുമാരുടെ സാന്നിധ്യത്തിൽ രാവിലെ 6 മണിക്ക് തന്നെ മോക്ക് പോൾ ആരംഭിക്കുക. വൈകി വരുന്നവർക്ക് വേണ്ടി കാത്തു നിൽക്കേണ്ടതില്ല. ഏജന്റുമാർ ആരും വന്നില്ലെങ്കിലും 6 മണിക്ക് തന്നെ മോക്ക് പോൾ ആരംഭിക്കേണ്ടതാണ്. മോക്ക് പോളിന് മുമ്പേ EVM ടോട്ടൽ ബട്ടൺ അമർത്തി വോട്ട് 0 ആണെന്ന് കാണിച്ചു കൊടുക്കുക. എല്ലാ ഏജന്റുമാരോടും വോട്ട് ചെയ്യാനും വോട്ട് ആർക്ക് ചെയ്തു എന്ന് വെള്ള പേപ്പറിൽ എഴുതി വയ്ക്കാനും പറയുക. പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ല എന്നിവയിലേക്കുള്ള എല്ലാ സ്ഥാനാർത്ഥികൾക്കും വോട്ട് ചെയ്യുക. മോക്ക് പോളിൽ രേഖപ്പെടുത്തുന്ന വോട്ടുകളുടെ വിവരങ്ങൾ പ്രിസൈഡിംഗ് ഓഫീസറും വെള്ള കടലാസിൽ എഴുതി വയ്ക്കുക. പോൾ മാനേജർ ആപ്പിൽ മോക്ക് പോൾ സംബന്ധിച്ച ചോദ്യങ്ങൾക്കുള്ള ഉത്തരം നൽകുക. മോക്ക് പോൾ വോട്ടിംഗ് തീർന്നാൽ EVM ക്ലോസ് ചെയ്യുക. റിസൾട്ട് ഒന്ന് അമർത്തി റിസൾട്ട് എടുക്കുക. നേരത്തെ വെള്ള പേപ്പറിൽ എഴുതി വെച്ചതുമായി റിസൾട്ട് ഒത്തുനോക്കുക. ക്ലിയർ ബട്ടൺ അമർത്തി മോക്ക് പോൾ വോട്ട് ക്ലിയർ ചെയ്യുക. മോക്ക് പോൾ വോട്ട് ക്ലിയർ ചെയ്ത ശേഷം പോൾ മാനേജർ ആപ്പിൽ അതിൻ്റെ വിവരങ്ങൾ നൽകുക. ശേഷം കൺട്രോൾ യൂണിറ്റ് സ്വിച്ച് ഓഫ് ചെയ്യുക. ശേഷം CU മുദ്ര വയ്ക്കുക. CU മുദ്ര വെച്ച ശേഷം മുദ്ര വയ്ക്കുന്നതിന് സ്പെഷ്യൽ പേപ്പറും സീലുകളും സ്പെഷ്യൽ ടാഗും പ്രിസൈഡിംഗ് ഓഫീസർ മുൻകൂട്ടി തന്നെ തയ്യാറാക്കി വയ്ക്കുക. മായ്ക്കാനാവാത്ത മഷിയെ സംബന്ധിച്ച മുൻകരുതൽ എടുക്കണം. വോട്ടിങ്ങിൻ്റെ രഹസ്യ സ്വഭാവം സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കൃത്യം 7 മണിക്ക് തന്നെ ആദ്യ വോട്ടറെ ബൂത്തിൽ പ്രവേശിപ്പിച്ച് നടപടികൾ ആരംഭിക്കുക. പോൾ മാനേജർ ആപ്പിൽ പോളിംഗ് തുടങ്ങിയ വിവരം പോൾ സ്റ്റാർട്ടഡ് എന്ന് നൽകുക. 2-3 വോട്ടർ വോട്ട് ചെയ്ത ശേഷം ടോട്ടൽ വോട്ട് പരിശോധിച്ച് ഉറപ്പുവരുത്തുക. 8 മണി മുതൽ 5 മണി വരെയുള്ള പോൾ സ്റ്റാറ്റസ് പോൾ മാനേജർ ആപ്പിൽ ഓരോ മണിക്കൂർ കൂടുമ്പോൾ അതിൽ വരുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുക. അടുത്തതായി ചാലഞ്ച് വോട്ട് എന്താണെന്നാണ് വിശദമാക്കുന്നത്. യഥാർത്ഥ സമ്മതിദായകനല്ല എന്ന തർക്കം ഏജന്റ് ഉന്നയിച്ചാൽ 10 രൂപ ചാലഞ്ച് ഫീ ആയി ഏജന്റ് കെട്ടിവെക്കണം. പണം കൈപ്പറ്റിയതിനുള്ള രസീത് നൽകുക. ആൾമാറാട്ടം നടത്തിയാലുണ്ടാകുന്ന ശിക്ഷയെപ്പറ്റി വോട്ടറോട് പറഞ്ഞു മനസ്സിലാക്കുക. വോട്ടറെ ആക്ഷേപിക്കാത്ത തരത്തിൽ ആൾ യഥാർത്ഥ വോട്ടറാണോ അല്ലയോ എന്ന് മനസ്സിലാക്കാനുള്ള ചോദ്യങ്ങൾ ചോദിക്കുക. വോട്ടറോട് താൻ യഥാർത്ഥ വോട്ടർ തന്നെയാണെന്ന് തെളിയിക്കാൻ ആവശ്യമായ രേഖകൾ ഹാജരാക്കാൻ ആവശ്യപ്പെടുക. ഫോം 21 വോട്ടറുടെ വിവരങ്ങൾ രേഖപ്പെടുത്തി ഒപ്പോ തള്ളവിരൽ അടയാളമോ പതിപ്പിക്കാൻ ആവശ്യപ്പെടുക. യഥാർത്ഥ വോട്ടറാണെന്ന് തെളിഞ്ഞാൽ അയാളെ സാധാരണ പോലെ വോട്ട് ചെയ്യാൻ അനുവദിക്കുക. ചാലഞ്ച് ഫീ കണ്ടുകെട്ടുക. കണ്ടുകെട്ടിയ വിവരം രസീത് കൗണ്ടർ ഫോയിൽ രേഖപ്പെടുത്തുക. യഥാർത്ഥ വോട്ടറല്ല എന്ന് തെളിഞ്ഞാൽ അയാളെ പോലീസിന് കൈമാറുക. ചാലഞ്ച് ഫീ തിരികെ നൽകി രസീത് കൗണ്ടർ ഫോയിൽ കൈപ്പറ്റ് വാങ്ങുക. ടെൻഡേഡ് വോട്ട് ബാലറ്റ് എന്താണെന്ന് വിശദമാക്കാം. ഒരാൾ വോട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം താൻ ആ പ്രത്യേക സമ്മതിദായകൻ ആണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് മറ്റൊരാൾ വോട്ട് ചെയ്യാൻ വരുന്നു. അയാളുടെ തിരിച്ചറിയൽ രേഖകൾ പരിശോധിച്ചപ്പോൾ നിജസ്ഥിതി ബോധ്യപ്പെടുന്നു. അയാൾ ഇടതു ചൂണ്ടുവിരലിൽ മഷി കൊണ്ട് അടയാളമിടുക. ഫോം 21B അയാളുടെ വിവരങ്ങൾ രേഖപ്പെടുത്തുക. അതിൽ ഒപ്പ് വിരലോടെ പതിപ്പിച്ച ശേഷം ടെൻഡേഡ് ബാലറ്റിന് പുറകിന് വശത്തു താഴെയായി പ്രിസൈഡിംഗ് ഓഫീസർ ഒപ്പിട്ട് വയ്ക്കുക. ടെൻഡേഡ് ബാലറ്റ് പേപ്പർ വോട്ടർക്ക് നൽകുക. ആരോ ക്രോസ് മാർക്ക് സീൽ നൽകുക. വോട്ടിംഗ് കമ്പാർട്ട്മെൻറ്റിൽ പോയി വോട്ട് രേഖപ്പെടുത്താൻ ആവശ്യപ്പെടുക. വോട്ട് ചെയ്ത ബാലറ്റ് പേപ്പർ മടക്കി പ്രിസൈഡിംഗ് ഓഫീസർ തയ്യാറാക്കിയ കവറിൽ നിക്ഷേപിക്കുക. ഇങ്ങനത്തെ ആൾക്കാർക്ക് ഇതേപോലെ കവറിലാണ് വോട്ട് ചെയ്ത് നമ്മൾ വെക്കേണ്ടത്, മെഷീനിലല്ല എന്ന് പ്രത്യേകം ഓർക്കുക. അടുത്തത് റെഫ്യൂസ്ഡ് വോട്ട് എന്താണെന്ന് നോക്കാം. വോട്ടർ വോട്ട് ചെയ്യാനുള്ള നടപടിക്രമങ്ങളെല്ലാം ചെയ്ത് വോട്ടർ സ്ലിപ്പ് വാങ്ങിയ ശേഷം വോട്ട് ചെയ്യുന്നില്ല എന്ന് തീരുമാനിക്കുകയാണെങ്കിൽ 21A രജിസ്റ്ററിലെ റിമാർക്സ് കോളത്തിൽ T വിവരം രേഖപ്പെടുത്തി വോട്ടറെ പോകാൻ അനുവദിക്കാവുന്നതാണ്. ബൂത്തിനകത്തും അനുചിതമായ വിധത്തിൽ പെരുമാറുകയും പ്രിസൈഡിംഗ് ഓഫീസറുടെ നിർദ്ദേശം അനുസരിക്കാതെ ഇരിക്കുകയും ചെയ്യുന്ന വോട്ടറെ വോട്ട് ചെയ്യാൻ അനുവദിക്കേണ്ടതില്ല. ഈ വിവരം 21A രജിസ്റ്റർ റിമാർക്സിൽ എഴുതി വോട്ടറെ ബൂത്തിൽ നിന്നും പുറത്താക്കാൻ പോലീസിനോട് ആവശ്യപ്പെടാവുന്നതാണ്. അണ്ടർ വോട്ട് എന്താണെന്ന് നോക്കാം. ത്രിതല തെരഞ്ഞെടുപ്പിൽ ഏതെങ്കിലും 1-2 തലങ്ങളിൽ വോട്ട് ചെയ്യാൻ വോട്ടറെ വിസമ്മതിക്കുകയാണെങ്കിൽ
ആ തലങ്ങളിലെ അദ്ദേഹത്തിൻ്റെ വോട്ട് അണ്ടർ വോട്ടായി കണക്കാക്കും. ഏതെങ്കിലും തലത്തിലെ വോട്ട് ചെയ്യാൻ വോട്ടർ തയ്യാറല്ലാത്ത പക്ഷം ജില്ലാ പഞ്ചായത്ത് ബാലറ്റ് യൂണിറ്റിലെ ആകാശ നീല നിറത്തിലുള്ള ഏറ്റവും അവസാനത്തെ ചുവന്ന നിറത്തിലെ എൻഡ് ബട്ടൺ അമർത്തി വോട്ടിംഗ് പ്രക്രിയ പൂർത്തിയാക്കാൻ വോട്ടറോട് ആവശ്യപ്പെടുക. അന്ധതയോ അവശതയോ കാരണം പരസഹായം കൂടാതെ ചിഹ്നങ്ങൾ തിരിച്ചറിയാനോ ബാലറ്റ് യൂണിറ്റിലെ ബട്ടൺ അമർത്താനോ സാധിക്കാത്തവർക്ക് സഹായിയെ വയ്ക്കാം. സഹായിക്ക് 18 വയസ്സ് പൂർത്തിയായിരിക്കണം. സ്ഥാനാർത്ഥിയോ പോളിംഗ് ഏജന്റിനെയോ സഹായി ആക്കരുത്. സഹായി അന്നേ ദിവസം മറ്റ് പോളിംഗ് സ്റ്റേഷനിൽ സഹായി ആയിട്ടുണ്ടാവുകയും അരുത് എന്നതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. സഹായി ഡിക്ലറേഷൻ നൽകണം. ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഫോം 22-ലും പൂരിപ്പിച്ച് വയ്ക്കേണ്ടതാണ്. വോട്ടറുടെ നിരക്ഷരത സഹായിയെ വയ്ക്കാൻ കാരണമല്ല. അന്ധതയോ വോട്ടിംഗ് മെഷീനിലെ സ്ഥാനാർത്ഥിയുടെ ചിഹ്നങ്ങൾ തിരിച്ചറിയാൻ സാധിക്കാത്ത അവസ്ഥ ഉണ്ടെങ്കിൽ മാത്രമേ അതിന് അവസരം കൊടുക്കാൻ പാടുള്ളൂ. ബ്രെയിൻ ലിപി ഉപയോഗിക്കാനറിയാവുന്ന അന്ധന് ബാലറ്റ് യൂണിറ്റിലെ വലത് ഭാഗത്തുള്ള ബ്രെയിൻ ലിപി ഉപയോഗിച്ച് ചിഹ്നം കണ്ടെത്തി അതിനു നേരെയുള്ള ബട്ടൺ അമർത്തി വോട്ട് ചെയ്യാൻ കഴിയുന്നതാണ്. വോട്ടെടുപ്പ് എന്തെങ്കിലും കാരണവശാൽ മാറ്റിവെക്കാൻ കഴിയുമോ എന്നതാണ് ഇവിടെ അടുത്തതായി ചർച്ച ചെയ്യുന്നത്. ലഹള, പ്രകൃതിക്ഷോഭം, ബൂത്ത് പിടിച്ചെടുക്കൽ എന്നിവ കാരണം വോട്ടെടുപ്പ് തുടരാനാകാത്ത സാഹചര്യം ഉണ്ടായാൽ ഉടനെ വരണാധികാരിയെയും കമ്മീഷനെയും വിവരം അറിയിക്കുക. താൽക്കാലികമായ മഴ, കാറ്റ് എന്നിവ വോട്ടെടുപ്പ് മാറ്റാൻ കാരണമായിരിക്കുന്നതല്ല. ക്രമസമാധാന പ്രശ്നം, ലഹള, ബൂത്ത് പിടിച്ചെടുക്കൽ എന്നിവ ഉണ്ടായാൽ അത് നിയന്ത്രിക്കാൻ പോലീസിനോട് ആവശ്യപ്പെടുക. പോൾ മാനേജർ ആപ്പിൽ SOS എന്ന് അയയ്ക്കുക. പോലീസിന് നിയന്ത്രിക്കാനാവാത്ത സാഹചര്യം ഉണ്ടായാൽ മാത്രമാണ് വോട്ടെടുപ്പ് മാറ്റിവെക്കുക. വോട്ടെടുപ്പ് അവസാനിക്കാറായാൽ 5:30 തന്നെ ബൂത്തിന് പുറത്തു വന്ന് ക്യൂവിൽ ആളുണ്ടോ എന്ന് പരിശോധിക്കുക. ക്യൂവിൽ നിൽക്കുന്ന എല്ലാ ആളുകൾക്കും വോട്ട് ചെയ്യാൻ അവസരം ഉണ്ടാകുമെന്ന് വോട്ടർമാരെ അറിയിക്കുക. വോട്ടെടുപ്പ് 6 മണിക്ക് ശേഷം നീണ്ടുപോകാത്ത തരത്തിൽ ആളുകൾ ക്യൂവിലുണ്ടെങ്കിൽ പ്രിസൈഡിംഗ് ഓഫീസറിൻ്റെ പൂർണ്ണ ഒപ്പോടുകൂടിയ ടോക്കണുകൾ തയ്യാറാക്കുക. 6 മണിക്ക് ക്യൂവിൽ അവസാനം നിൽക്കുന്ന ആൾക്ക് ഒന്നാമത്തെ ടോക്കൺ എന്ന ക്രമത്തിൽ ക്യൂവിൽ നിൽക്കുന്ന ആദ്യ ആൾക്ക് വരെ ടോക്കൺ നൽകുക. 6 മണിക്കുള്ള പോളിംഗ് സ്റ്റാറ്റസ് ആപ്ലിക്കേഷനിൽ കൃത്യമായി നൽകേണ്ടതാണ്. 6 മണിക്ക് ശേഷവും ക്യൂവിൽ ആളുകളുടെ എണ്ണം ഉണ്ടെങ്കിൽ ആ വിവരവും പോളിംഗ് മാനേജർ ആപ്പിൽ വിവരങ്ങൾ നൽകുക. ക്യൂവിലുള്ള മുഴുവൻ ആളുകളും വോട്ട് ചെയ്ത ശേഷം വോട്ടെടുപ്പ് അവസാനിച്ചതായി പ്രഖ്യാപിക്കുക. കൺട്രോൾ യൂണിറ്റിലെ ക്ലോസ് ബട്ടൺ അമർത്തുക. പോൾ മാനേജർ ആപ്പിൽ അവസാന വോട്ടറും വോട്ട് ചെയ്ത ശേഷമുള്ള പോൾ സ്റ്റാറ്റസ് അറിയിക്കുക. അതിനുശേഷം എല്ലാ തലങ്ങളിലെയും ടോട്ടൽ വോട്ടേഴ്സ് പരിശോധിക്കുക. അത് എഴുതി വയ്ക്കുക. പോൾ മാനേജർ ആപ്പിൽ പോൾ ക്ലോസ്ഡ് എന്ന് വിവരം നൽകിയ ശേഷം കൺട്രോൾ യൂണിറ്റ് സ്വിച്ച് ഓഫ് ചെയ്ത് വയ്ക്കാവുന്നതാണ്. വോട്ടെടുപ്പ് കഴിഞ്ഞാൽ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് അടുത്തതായി സൂചിപ്പിക്കുന്നത്. വീഡിയോഗ്രാഫി അതുപോലെ വെബ്കാസ്റ്റിംഗ് എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവയുടെ ബാക്കപ്പ് എടുത്തു വയ്ക്കുക. ആ വിവരം പോൾ മാനേജർ ആപ്പിൽ നൽകേണ്ടതാണ്. അതുപോലെ CU BU എന്നിവയുടെ പെട്ടികൾ അഡ്രസ് ടാഗ് കെട്ടി സീൽ ചെയ്ത് വയ്ക്കുക. ബാലറ്റ് ലാബിൾസ് ക്യാൻസൽ ചെയ്ത് ഒരു കവറിൽ ഇട്ട് വയ്ക്കുക. ഫോം Aയിൽ വോട്ടുകളുടെ എണ്ണം അതോ കൃത്യമായി നൽകുക. ഫോം Aയുടെ ഓരോ കോപ്പി എല്ലാ ഏജന്റുമാർക്കും നൽകേണ്ടതാണ്. അടുത്ത പാക്കറ്റ് 1-ൽ എന്തെല്ലാം കാര്യങ്ങളാണ് വയ്ക്കേണ്ടത്? പ്രധാനപ്പെട്ട 5 പാക്കറ്റുകളാണ്. ഒന്നാമത്തെ പാക്കറ്റിൽ എന്താണ് വയ്ക്കേണ്ടത് ശ്രദ്ധിക്കാം. മാർക്ക്ഡ് കോപ്പി ഓഫ് വോട്ടേഴ്സ് ലിസ്റ്റ്, വോട്ടർ രജിസ്റ്റർ ഇൻ ഫോം 21A, അൺയൂസ്ഡ് ടെൻഡേഡ് ബാലറ്റ് പേപ്പർ ആൻഡ് ലിസ്റ്റ് ഇൻ ഫോം 21B, ലിസ്റ്റ് ഓഫ് ചാലഞ്ച്ഡ് വോട്ടേഴ്സ് ഇൻ ഫോം 21, അൺയൂസ്ഡ് ടെൻഡേഡ് ബാലറ്റ് പേപ്പർ എന്നീ 5 സാധനങ്ങളാണ് പാക്കറ്റ് 1-ൽ വയ്ക്കേണ്ടത്. പാക്കറ്റ് 2-ൽ വയ്ക്കേണ്ടത് റെസീറ്റ് ബുക്ക് യൂസ്ഡ് ഫോർ ചാലഞ്ച്ഡ് വോട്ടിൻ്റെ റെസീറ്റ് ബുക്ക്. പിന്നെ രണ്ടാമതായിട്ട് വയ്ക്കേണ്ടത് മറ്റ് വോട്ടർ ലിസ്റ്റിൻ്റെ കോപ്പി. അതുപോലെ തന്നെ മൂന്നാമതായി വയ്ക്കേണ്ടത് പോളിംഗ് ഏജൻറ്റ് നിയമിച്ച ഫോം 10 വയ്ക്കുക. നാലാമതായിട്ട് ഫോം 22, ഫോം N15 എന്നിവ. അഞ്ചാമതായി ഡ്യൂട്ടി സർട്ടിഫിക്കറ്റ്. ആറാമതായി ഫോം നമ്പർ N16, N18 എന്നിവ. പിന്നെ യൂസ്ഡ് വോട്ടർ സ്ലിപ്പ് ഉപയോഗിച്ച വോട്ടർ സ്ലിപ്പും കൂടിയാണ് ഈ രണ്ടാമത്തെ പാക്കറ്റിൽ വയ്ക്കേണ്ടത്. മൂന്നാമത്തെ പാക്കറ്റിൽ വയ്ക്കേണ്ട കാര്യങ്ങൾ
യൂസ്ഡ് ഓർ ഡാമേജ്ഡ് ഗ്രീൻ പേപ്പർ സീൽ. രണ്ടാമതായിട്ട് യൂസ്ഡ് ഓർ ഡാമേജ്ഡ് സ്ട്രിപ്പ് സീൽ, യൂസ്ഡ് ഓർ ഡാമേജ്ഡ് സ്പെഷ്യൽ ടാഗ്. നാലാമത് EVM മാനുവൽ. അഞ്ചാമതായി ഹാൻഡ് ബുക്ക് പ്രിസൈഡിംഗ് ഓഫീസറുടെ കയ്യിൽ വയ്ക്കുക. ആറാമതായി ഇൻഡെലിബിൾ ലിങ്ക് സെറ്റ് ആൻഡ് കപ്പ്. കൂടാതെ സെൽഫ് ഇങ്ക് പാഡ് വയ്ക്കണം, മെറ്റൽ സീൽ, ആരോ ക്രോസ് മാർക്ക്, ഡിസ്റ്റിങ്വിഷ് മാർക്ക് ആൻഡ് റബ്ബർ സീൽ ഓർ പ്രിസൈഡിംഗ് ഓഫീസർ റബ്ബർ സീൽ വയ്ക്കണം. ആർക്കിടെക്ട്സ് റോൾ ഇൻ ഫോം N17, അൺയൂസ്ഡ് വോട്ടർ സ്ലിപ്പ്. പിന്നെ മറ്റുള്ളവയൊക്കെ ഈ ഫോം പാക്കറ്റ് 3-ലാണ്. 13 സാധനങ്ങളാണ് അതിൽ വയ്ക്കാനുള്ളത്, പ്രത്യേകം ഓർമ്മിപ്പിക്കുക. അടുത്ത പാക്കറ്റ് 4-ആണ്. ഈ പാക്കറ്റ് മുദ്ര വെച്ച ശേഷം കൺട്രോൾ യൂണിറ്റ് അടങ്ങിയ പെട്ടിയുടെ മേലെ സെല്ലോ ടാപ്പ് വെച്ച് ഒട്ടിക്കുകയാണ് വേണ്ടത്. അക്കൗണ്ട് ഓഫ് വോട്ടേഴ്സ് ഇൻ ഫോം 24A, 1 ക്യാൻസൽഡ് ബാലറ്റ് ലാബൽ ഫോർ ഈച്ച്. 3 അത് വയ്ക്കണം. പേപ്പർ സീൽ അക്കൗണ്ട് ഇൻ ഫോം N14A. ഇവ 3 കാര്യങ്ങളും സെല്ലോ ടാപ്പ് വെച്ചിട്ട് കൺട്രോൾ യൂണിറ്റിന് മുകളിലാണ് വയ്ക്കേണ്ടത്. അത് പാക്കറ്റ് 5-ാമത്തേൽ സൂചിപ്പിക്കുന്ന പ്രിസൈഡിംഗ് ഓഫീസേഴ്സ് ഡയറി ഇൻ ഫോം N13, ഡിക്ലറേഷൻ ഓഫ് പ്രിസൈഡിംഗ് ഓഫീസർ ഇൻ N10A, കോപ്പി ഓഫ് ലിസ്റ്റ് ചാലഞ്ച്ഡ് വോട്ട്സ് ഇൻ ഫോം 21+, ഫ്രീ കളക്ടഡ് ഫോർ ചാലഞ്ചിങ്. അപ്പോൾ അതിനുള്ള ഫീസ് എത്രയാണോ വാങ്ങിയുള്ള അതിൻ്റെ ഡീറ്റെയിലും കൂടി കൂടിയ സാധനങ്ങളാണ് പാക്കറ്റ് 5-ൽ വയ്ക്കേണ്ടത്. ഈ പാക്കറ്റ് റിട്ടേണിംഗ് ഓഫീസറിൻ്റെ ടേബിളിലാണ് ഏൽപ്പിക്കേണ്ടത്. ഇത്രയും കാര്യങ്ങൾ 5 പാക്കറ്റിൽ കൃത്യമായിട്ട് അടുക്കി വൃത്തിയോടുകൂടി ആയതിനു ശേഷം നമുക്ക് കേന്ദ്രത്തിലേക്ക് തിരിച്ചു പോകുന്നതാണ്. സ്വീകരണ കേന്ദ്രത്തിൽ എത്തിക്കഴിഞ്ഞാൽ നൽകേണ്ട വിവരങ്ങളാണ് അടുത്ത് ശ്രദ്ധിക്കേണ്ടത്. പോൾ മാനേജർ ആപ്പിൽ പോൾ പാർട്ടി റീച്ച്ഡ് ആറ്റ് കളക്ഷൻ സെൻറ്റർ എന്ന് മെസ്സേജ് നൽകുക. മുദ്ര വെച്ച വോട്ടിംഗ് യന്ത്രം പാക്കറ്റ് 1, 2, 3 എന്നിവ അവിടെ കൗണ്ടറിൽ നൽകുക. പാക്കറ്റ് 4 കൺട്രോൾ യൂണിറ്റ് പെട്ടിയുടെ മേലെ ഒട്ടിച്ച് കെട്ടിവെച്ച ശേഷം ആണ് നൽകാൻ. പാക്കറ്റ് 5 റിട്ടേണിംഗ് ഓഫീസർ ടേബിളിലാണ് നൽകേണ്ടത്. വോട്ടിംഗ് കമ്പാർട്ട്മെൻറ്റ്, ചവറ്റുകൊട്ട, വോട്ടെടുപ്പിൻ്റെ മറ്റ് സാധനങ്ങളും എല്ലാം ഉണ്ടെങ്കിൽ അവിടെ ഏൽപ്പിക്കുക. ആ രീതിയിൽ എല്ലാ കാര്യങ്ങളും അവിടെ ഏൽപ്പിച്ച ശേഷം എല്ലാതും കൊടുക്കുന്ന സമയത്ത് കൃത്യമായി എല്ലാം ഇല്ലയെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രമാണ് എല്ലാം കൊടുക്കേണ്ടത്. ഇനി പോളിംഗ് സ്റ്റേഷനിൽ തന്നെ പോളിംഗ് നടക്കുന്ന സമയത്ത് പ്രിസൈഡിംഗ് ഓഫീസർക്ക് വോട്ടിംഗ് കമ്പാർട്ട്മെൻറ്റിൽ പ്രവേശിക്കേണ്ട സാഹചര്യം ഉണ്ടായില്ല. ഏതൊക്കെ സാഹചര്യത്തിൽ പ്രവേശിക്കാൻ പറ്റും എന്ന കാര്യമാണ് സൂചിപ്പിക്കുന്നത്. ഏതെങ്കിലും വോട്ടർ മുഴുവൻ തലത്തിലും വോട്ട് ചെയ്യാതെ ബൂത്തിൽ നിന്ന് പോയതായി ശ്രദ്ധിക്കപ്പെട്ടാൽ അദ്ദേഹത്തിന് ചെന്ന് എൻ്റെ ബട്ടൺ അമർത്തി അടുത്ത വോട്ടർക്ക് വോട്ട് ചെയ്യാൻ പറയാവുന്നതാണ്. ബാലറ്റ് യൂണിറ്റിൽ അന്യവസ്തുക്കൾ തിരികെ ശേഷം പ്രസ്ഡ് എറർ എന്ന് കാണിക്കുന്ന സമയത്ത് അവിടെ പോയി എന്താണ് പ്രശ്നം എന്ന് പരിശോധിച്ച് നോക്കാൻ പറ്റുന്നു. എൻ്റെ ബട്ടൺ അമർത്താൻ വേണ്ടി വോട്ടിംഗ് കമ്പാർട്ട്മെൻറ്റിൽ പോകുമ്പോൾ ഏജൻറ്റുമാരെ വിളിക്കരുത്. ആ പ്രിസൈഡിംഗ് ഓഫീസർ ഒറ്റയ്ക്കാണ് പോയി കൈകാര്യം ചെയ്യേണ്ടത്. പ്രസ്ഡ് എറർ കാരണം വോട്ടിംഗ് കമ്പാർട്ട്മെൻറ്റിൽ പോകുന്നതിന് മുമ്പ് ടോട്ടൽ വോട്ട്സ് നോക്കി എഴുതി വയ്ക്കുക. അതിനുശേഷം CO സ്വിച്ച് ഓഫ് ചെയ്യുക. ഏജന്റുമാരുടെ സാന്നിധ്യത്തിൽ ബാലറ്റ് യൂണിറ്റ് തിരികെ വെച്ച അന്യവസ്തുക്കളെ നീക്കം ചെയ്യുക. തിരികെ വന്ന് CO സ്വിച്ച് ഓൺ ചെയ്ത് ടോട്ടൽ വോട്ട് നോക്കുക. ടോട്ടൽ വോട്ട് വ്യത്യാസമില്ലെങ്കിൽ ഇപ്പോൾ തുടരാവുന്നതാണ്. ഇത്രയും കാര്യങ്ങളാണ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ഡ്യൂട്ടി ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ട് ഇവിടെ വിവരിച്ചിട്ടുള്ളത്. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഈ വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ കണ്ട ഏവർക്കും നന്ദി. ഈ ഇലക്ഷന് പോകുന്ന എല്ലാവർക്കും നിങ്ങൾ ഇത് അയച്ചു കൊടുക്കുക. എല്ലാവർക്കും ഇത് ഉപകാരപ്പെടുമെന്നത് തീർച്ച. വീഡിയോ കണ്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി.